ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഓരോ ദിവസവും എക്സാമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ വീഡിയോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം കാണുക. നിങ്ങളെപ്പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിക് GKയിലെ അടുത്ത 2 സ്റ്റേറ്റ്സ് ആണ് നോക്കുന്നത്. നമ്മൾ കുറേയധികം സ്റ്റേറ്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത 2 സ്റ്റേറ്റ്സ് മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്രയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോവാം. ആദ്യം നമ്മൾ മധ്യപ്രദേശിനെ കുറിച്ചാണ് നോക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ്. മധ്യപ്രദേശ് രൂപീകരിക്കപ്പെട്ടത് ജനുവരി 26, 1950 മധ്യപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത്. പിന്നെന്താണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 3,08,252 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, 3,08,252 സ്ക്വയർ കിലോമീറ്റർ ആണ് മധ്യപ്രദേശ് സംസ്ഥാനം ഉള്ളത്. 55 ജില്ലകളാണ്. ഇത്രയും വലിയ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ജില്ലകളുടെ എണ്ണവും കൂടുതലായിരിക്കും. 55 ജില്ലകളുണ്ട് മധ്യപ്രദേശിൽ. ഏറ്റവും വലിയ സിറ്റി ഏതാണ്? ഇൻഡോർ ആണ് ഏറ്റവും വലിയ സിറ്റി. ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. അവിടുത്തെ പോപ്പുലേഷനും അതുപോലെ തന്നെ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ എത്രയാണ് പോപ്പുലേഷൻ വരുന്നത്? 7,26,26,809. 7,26,26,809 ആണ് മധ്യപ്രദേശിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ സെക്സ് റേഷ്യോ പക്ഷേ എത്രയാണ്? 970 മെയിൽസ് ടു 1000 ഫീമെയിൽ ആണ് സെക്സ് റേഷ്യോ വരുന്നത്. ഇനി അവിടുത്തെ ലിറ്ററസി റേറ്റും കുറവാണ്, 69.32%. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഇത്രയും ആൾക്കാരിൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അത് കുറവായിരിക്കും. അതാണ് 69.32%. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ മോഹൻ യാദവ് ആണ്. ഗവർണർ മഞ്ജുഭായ് സി പാട്ടേലാണ്. ഓക്കെ, മഞ്ജുഭായ് സി പാട്ടേലാണ് മധ്യപ്രദേശ് ഗവർണർ. മോഹൻ യാദവ് ആണ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മധ്യപ്രദേശിന്റെ സ്റ്റേറ്റ് അനിമല് ബാരാസിംഘയാണ്. ബാരാസിംഘയാണ് സ്റ്റേറ്റ് അനിമല്. ബേർഡ് ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ ആണ്. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ ആണ് മധ്യപ്രദേശിന്റെ സ്റ്റേറ്റ് ബേർഡ്. ഫ്ലവർ ആണെങ്കിൽ വൈറ്റ് ലില്ലി ആണ്. ഫ്രൂട്ട് മാംഗോ. ട്രീ ബാനിയൻ ട്രീ. ഫിഷ് മഹസീർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മധ്യപ്രദേശിന്റെ അനിമൽ, ബേർഡ്, ഫ്ലവർ, ഫ്രൂട്ട്, ട്രീ, ഫിഷിനകത്തുള്ളത്. ഇനി നോക്കാൻ പോകുന്നത് റിവേഴ്സ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് നദികളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനകത്ത് നർമ്മദ, തപ്തി, മഹി, ഗോദാവരി, ചമ്പൽ. ഓക്കെ, നർമ്മദ, തപ്തി, മഹി, ഗോദാവരി, ചമ്പൽ. ഇത്രയുമാണ് മധ്യപ്രദേശിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നാഷണൽ പാർക്സ് ആണ്. മധ്യപ്രദേശിലുള്ള നാഷണൽ പാർക്സ് കൻഹ ടൈഗർ റിസർവ്, ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്, സത്പുര നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക്, വൻ വിഹാർ നാഷണൽ പാർക്ക്. ഇത്രയും 7 നാഷണൽ പാർക്ക്, 6 നാഷണൽ പാർക്കും ഒരു ടൈഗർ റിസർവുമാണ് എവിടെയുള്ളത്? മധ്യപ്രദേശിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത് ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ, മധ്യപ്രദേശിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ രവിശങ്കർ ശുക്ലയായിരുന്നു. ഓക്കെ, ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1957 മധ്യപ്രദേശിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത്. മധ്യപ്രദേശിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലും ലൊക്രാങ് ഫെസ്റ്റിവലും. ഓക്കെ, ഖജുരാഹോ ഡാൻസ് ഫെസ്റ്റിവലും ലൊക്രാങ് ഫെസ്റ്റിവലുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗണേശ് ചതുർത്ഥി, മകരസംക്രമം ഇതെല്ലാം കോമൺ ആയിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം സെലിബ്രേഷൻസ് ആണ്. ഒരുപാട് സെലിബ്രേഷൻസ് നമ്മൾ അറിയാൻ തുടങ്ങിയത് പോലും നോർത്തിൽ നിന്നാണ്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഖജുരാഹോ, ലൊക്രാങ്. ഓക്കെ, അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും
സ്പെസിഫൈഡ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് മധ്യപ്രദേശിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. പിന്നെ സ്റ്റേറ്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ് ആനിമൽ ബേർഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. റിവേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നാഷണൽ പാർക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, ഫെസ്റ്റിവലും നോക്കി. അടുത്തത് മഹാരാഷ്ട്ര. ഓക്കെ, അടുത്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നമുക്ക് മഹാരാഷ്ട്രയെ കുറിച്ച് നോക്കാം. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ആണ് മുംബൈ. ബോളിവുഡിന്റെ നഗരം അല്ലെ, മുംബൈ ആണ് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ. പിന്നെന്താണ്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഫോം ചെയ്തത് 1960 മെയ് 1-ാം തീയതിയാണ് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപം കൊണ്ടത്. ഓക്കെ, അതിനു മുമ്പ് എന്തായിരുന്നു, മുംബൈ സ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1960-ലാണ് അത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ആയിട്ട് മാറിയത്. ഇനി ടോട്ടൽ ഏരിയ എത്രയാണ്, 3,07,713 സ്ക്വയർ കിലോമീറ്റർ, 3,07,713 സ്ക്വയർ കിലോമീറ്റർ ആണ് എവിടെയുള്ളത്, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഉള്ളത്. 36 ഡിസ്ട്രിക്ട്സ് ഉണ്ട് മഹാരാഷ്ട്രയിൽ. ഒഫീഷ്യൽ ലാംഗ്വേജ് മറാത്തിയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, 11,23,74,333 ആണ് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, 11 കോടി ജനങ്ങൾ, 12 കോടിക്ക് അടുത്ത് ജനങ്ങൾ എവിടെയുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഓക്കെ, അവിടുത്തെ സെക്സ് റേഷ്യോ എത്രയാണ്, എന്നാലും അവിടുത്തെ സെക്സ് റേഷ്യോ എത്രയാണ്, 966 ആണ്. 1000 ഫീമെയിൽസിന് 966 മെയിൽസ് മാത്രമേ അവിടെ ഉള്ളൂ. അവിടുത്തെ ലിറ്ററസി റേറ്റ് 84.8% ആണ്. ഓക്കെ, ഇനി ഏറ്റവും ലാർജസ്റ്റ് സിറ്റി ഏതാണ്, മുംബൈ ആണ് ഏറ്റവും ലാർജസ്റ്റ് സിറ്റി. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്, ഏക്നാഥ് ഷിൻഡെ ആണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ. ഗവർണർ CP രാധാകൃഷ്ണനാണ്. ഓക്കെ, മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ ഗവർണർ CP രാധാകൃഷ്ണനാണ്. ചീഫ് മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തത്, മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് അനിമൽ ഏതാണ്, ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ ആണ് സ്റ്റേറ്റ് അനിമൽ. സ്റ്റേറ്റ് ബേർഡ് ആണെങ്കിൽ യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. ഫ്ലവർ ജാറുൾ, ഫ്രൂട്ട് മാംഗോ ആണ്. ദെൻ ട്രീ ആണെങ്കിലോ മാംഗോ ട്രീ ആണ്. ഫിഷ് സിൽവർ പോംഫ്രെറ്റ് ആണ് മഹാരാഷ്ട്രയുടെ ഒഫീഷ്യൽ ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് റിവേഴ്സ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്, ഗോദാവരി, ഭീമ, കൃഷ്ണ, മഞ്ജീര. ഗോദാവരി, ഭീമ, കൃഷ്ണ, മഞ്ജീര, ഈ 4 റിവേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവേഴ്സ്. ഇനി നാഷണൽ പാർക്കുകൾ, ടഡോബ അന്താരി ടൈഗർ റിസർവ്, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്, ദ നവേഗ്യോൺ നാഷണൽ പാർക്ക്, ചന്ദോലി നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്. ഒരു ടൈഗർ റിസർവും 4 നാഷണൽ പാർക്കുകളുമാണ് എവിടെയുള്ളത്, മഹാരാഷ്ട്രയിൽ ഉള്ളത്. തഡോബ അന്താരി ടൈഗർ റിസർവ്, സഞ്ജയ് ഗാന്ധി, ദ നവിഗോൺ, ചന്ദോലി, പെഞ്ച്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മഹാരാഷ്ട്ര സ്റ്റേറ്റിന്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു, യശ്വന്ത് റാവു ചവാൻ ആണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. ഇനി ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1962-ലാണ്. ദെൻ അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണ്, ഗണേശ് ചതുർത്ഥിയും ഗുദി പദ്വ. ഓക്കെ, ഗുഡി പദ്വയും ഗണേശ ചതുർത്ഥിയുമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഒഫീഷ്യൽ അനിമൽ, ബേർഡ്, ഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി. റിവേഴ്സിനെ കുറിച്ച് നോക്കി, നാഷണൽ പാർക്ക് നോക്കി, ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, ഫെസ്റ്റിവലും നോക്കി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ മധ്യപ്രദേശും മഹാരാഷ്ട്രയും കൂടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഈ സ്റ്റേറ്റ്സ് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറയേണ്ടിയിരുന്നതാണ്, മറന്നുപോയതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ സ്റ്റേറ്റ്സിലും നമ്മൾ സെയിം കാര്യങ്ങൾ തന്നെയാണ് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ എപ്പോഴും ഒരു ടേബിൾ ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
പഠിക്കാൻ പറ്റും. ഇപ്പം നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ചാർട്ട് പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്, ക്യാപിറ്റൽ, അങ്ങനെ ഈ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ടേബിൾ ഫോമിലാക്കിയിട്ട് നമുക്കൊരു ചാർട്ടായി നമ്മൾ പഠിക്കുന്നിടത്തൊക്കെ പേസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന് മീൻസ് ഇരുന്ന് പഠിക്കണതിനപ്പുറത്തേക്ക് നമുക്ക് കണ്ട് 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 നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരേ കാര്യങ്ങൾ തന്നെ പല സ്റ്റേറ്റ്സിന്റെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചാർട്ട് പോലെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.